ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അന്നേരം ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഞാൻ ഒരു തക്കാളി ചോറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അന്നേരം വളരെ ഈസി ആയിട്ട് പെട്ടെന്നുണ്ടാക്കാൻ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അന്നേരം ഇപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ കാണുക, വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയുക. അന്നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ തക്കാളി ചോറ് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് ചോറ് നേരത്തെ തന്നെ റെഡിയാക്കി വെക്കേണ്ടതാണ്. ഇപ്പം പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ച ശേഷം നമുക്ക് അതിൽ ഗരം മസാല ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതിലേക്ക് നമുക്ക് 2 പച്ചമുളക് നടുക കീറി ഇടുക. പിന്നെ ഒരു 6 വെളുത്തുള്ളി പീസാക്കിയത് അതും കൂടെ ഇടുക. ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്, അത് ചതച്ചതാണ് ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 2 ഇടത്തരം തക്കാളിക്ക് അത് കട്ട് ചെയ്തത് ഇല്ലിട്ടിട്ടൊന്ന് നല്ലോണം ഇളക്കി നല്ലോണം വഴറ്റിയെടുക്കുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി നമുക്ക് 3/4 ടീസ്പൂൺ ഇടണം. കഴിഞ്ഞ് മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ഇടുക. ഇനി മല്ലിപ്പൊടി 1/2 ടീസ്പൂണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തെടുക്കുക. ചോറ് നേരത്തെ തയ്യാറാക്കിക്കൊണ്ട് അതിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടാകണം. ഇപ്പോൾ ശകലം വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മസാലയുടെ പച്ചമണം ഒന്ന് പോയതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വേവിച്ച് വെച്ച ചോറ് അത് ഇടാം. ചോറും മസാലയും കൂടെ ഒന്ന് മിക്സ് ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നെയ്യ് ചേർക്കുക. നെയ്യ് ചേർത്ത ശേഷം നമുക്കതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്തിട്ട് അതുകൂടെ ഒന്ന് നല്ലൊന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്ത ശേഷം നമുക്കത് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്ന് മസാല ചോറുമായിട്ടൊന്ന് പിടിക്കുന്നത് വരെ ഒന്ന് മാറ്റി വെക്കണം. അതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ രുചികരമായി പെട്ടെന്ന് തയ്യാറാക്കുന്ന നമ്മുടെ തക്കാളിച്ചോറ് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടൊന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക, ഒന്ന് കമൻറ്റും ചെയ്യുക. കൂടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അന്നേരം എല്ലാവരുടെ സപ്പോർട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. അന്നേരം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.